ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പണ്ട് കാലത്തെ ഒരു നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളിന്നൊരു ഓല മേഞ്ഞ വീടാണ് ചെയ്യുന്നത്. ഓല മേഞ്ഞ വീട്. അപ്പോൾ പണ്ട് കാലത്തെ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് ഓല മേഞ്ഞ വീട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഓലയും അതുപോലെ തന്നെ മണ്ണും ആവശ്യമുണ്ട്. നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളിതാ കാണുന്നത് നമ്മൾ വീട് ചെയ്യുന്നത് ഈ ഒരു പലകയിലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പലകയിലാണ് നമ്മളിങ്ങനെ ഉരുണ്ടകളാക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കത്തി പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ തേച്ച് അപ്പോൾ അതിനുണ്ടാക്കിയാണ് നമ്മൾ ഈ ജന്നൽ അതുപോലെ തന്നെ വാതിലൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ സ്പീഡിലാണ് വീഡിയോ മൊത്തത്തിൽ തന്നെ കാണിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും ഒരു ഷോർട്ട് ടൈമിലോട്ട് മാത്രമേ നമുക്ക് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും കണ്ടൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ഒരു ഷോർട്ട് ടൈം, അതായത് ഒരു 22 മിനിറ്റ് വരെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ലോങ് ആയിപ്പോയി വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രം അത് മനസ്സിലാകും. ഓക്കെ, ഒരു എൻ്റർടൈൻമെൻ്റൽ വീഡിയോ ആണ്. കണ്ടോ, നമ്മൾ അതിൻ്റെ കുറച്ച് ജനലുകളാണ് ചെയ്യുന്നത്. ഓരോ ടൈപ്പ് ജനലുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുറം എന്ന് പറയുന്ന സംഭവമല്ലോ, അരി പാറ്റുന്ന മുറത്തിൻ്റെ പീസൊക്കെ എടുത്തിട്ടാണ് നമ്മളതിൻ്റെ വാതിൽ ചെയ്യുന്നത്. അപ്പോൾ വാതിലിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, വാതിലിൻ്റെ പുറം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാതിലാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വെച്ച് വീടിന് പൊക്കി കൊണ്ടുവരികയാണ്. ഓരോ ഘട്ടങ്ങളായി വെച്ചുകൊണ്ട് വരും.
അപ്പോൾ നമ്മുടെ അതിസുന്ദരമായ ഈ ഒരു വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചാണകം മുഴുകുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചാണകം മുഴുകുന്നത് കൊണ്ട് വീട് ഈ മണ്ണ് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്തത്, അപ്പോൾ അത് വെടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വെടിപ്പുണ്ടായി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കുറയ്ക്കാനായിട്ടാണ്, അത് കുറയുക എന്ന് മാത്രമല്ല അത് ഉണ്ടാകില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാണകം ഇങ്ങനെ തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തേച്ചിട്ട് ഫൈനൽ ലുക്കിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഡോറും ജനലൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കാണാം.